പണ്ടൊക്കെ ഓണം എന്ന് കേട്ടാൽ തന്നെ ഓണക്കോടി കിട്ടുന്നതിന്റെ സന്തോഷമായിട്ട് ഉണ്ടാവാറ്. നമ്മൾ എപ്പോഴൊക്കെ ഡ്രസ്സ് എടുത്താലും ഈ ഓണക്കോടി എന്ന് പറയുന്നതിന്റെ ഫീൽ ഒന്ന് വേറെ ആയിരുന്നു കേട്ടോ. അതിപ്പോ പണ്ടായാലും അതെ ഇപ്പോഴും ആയാലും അതെ. അങ്ങനെ ഇക്കൊല്ലത്തെ ഓണക്കോടി എടുക്കാനായിട്ടോ നമ്മൾ പോണത്. പിന്നെ ഈ പോണേല് എനിക്ക് കുറച്ച് കൂടുതൽ സന്തോഷം ഉണ്ട് കേട്ടോ. കാരണം എന്താന്ന് വെച്ചാൽ ഇക്കൊല്ലത്തെ ഓണക്കോടി ഞാനാണ് കേട്ടോ എല്ലാവർക്കും എടുത്തു കൊടുക്കാൻ പോണത്. അതായത് എന്റെ വകയാണ് ഇക്കൊല്ലത്തെ ഓണക്കോടി എല്ലാവർക്കും. അങ്ങനെ എനിക്ക് എടുത്തു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് കാരണം നമ്മുടെ ഒരു യൂട്യൂബ് ചാനൽ തന്നെയാണ് കേട്ടോ. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളുടെ ഒരു കുടുംബത്തിലെ അംഗം പോലെ എന്നെ കാണുന്ന എന്റെ സബ്സ്ക്രൈബേഴ്സ് മെയിൻ ആയിട്ട് നിങ്ങൾ തന്നെയാണ്. എന്തായാലും നമ്മൾ ഗിവ് അവേ വെച്ചിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഓണക്കോടിയൊക്കെ. അപ്പൊ അവർക്ക് ഏകദേശം കുറച്ച് പേർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് എനിക്ക് മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആദ്യം പോയത് പരാഗിലായിരുന്നു കേട്ടോ. അതായത് എനിക്ക് മെറ്റീരിയൽ നോക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ചുരിദാർ അടിക്കണമെന്നുണ്ടായിരുന്നു വൈറ്റ് കളറിൽ കേട്ടോ. അപ്പൊ അതിന് വേണ്ടി കുറച്ച് ഐറ്റംസ് നോക്കി അതിന് എനിക്ക് തോന്നിയ എനിക്ക് ഓക്കെ സ്യൂട്ട് ആവുമെന്ന് തോന്നിയ ഒരു വൈറ്റ് കളർ മെറ്റീരിയൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോയത് നമ്മുടെ ഫാമിലിക്ക് എടുക്കാനാട്ടോ. അതായത് എന്റെ ഫാമിലിക്ക് മിൻഷാന്റെ ഫാമിലിക്കൊക്കെ എടുക്കണ്ടേ. അപ്പൊ അവർക്ക് ഡ്രസ്സ് നോക്കാനായിട്ട് പോണത്. പട്ടാമ്പിയിലാണെങ്കിൽ നിന്ന് തിരിയാൻ സ്ഥലമില്ല. അത്യാവശ്യം നല്ല രീതിക്ക് തിരക്ക് എല്ലാ ഷോപ്പിലും ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ മാക്സിലാട്ടോ ഫസ്റ്റ് കയറിയത്. അവിടെ കയറിയിട്ട് ഞാൻ വലിയ കാര്യമായിട്ട് എല്ലാം വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എനിക്ക് അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. തേജപ്പന്റെ ഒക്കെ ഇതേ മൂഡ് പോയി തുടങ്ങിയിട്ടുണ്ട്. വിൻഷേട്ടനോട് കുറെ നേരം എടുക്കാനൊക്കെ പറഞ്ഞ് എടുത്തിട്ടാണ് നിന്നത്. പിന്നെ ഞാൻ എങ്ങനെ അമ്മമാർക്ക് അവർക്കുള്ളതൊക്കെ എടുത്തു. പക്ഷെ ഈ പറഞ്ഞ പോലെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഓരോരോ ക്ലിപ്പ് ഓരോ ഡ്രസ്സ് എടുത്തിട്ട് ഞാൻ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഭംഗി ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് വിൻഷേട്ടനാട്ടോ ഓരോ ക്ലിപ്പൊക്കെ എടുത്തിടുന്നത്. അതുകൊണ്ട് ഇതിൽ കുറേ വീഡിയോസ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അങ്ങനെ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു. ഇതേ ബില്ല് കൊടുക്കാനായിട്ടാണ് നിൽക്കണത്. അങ്ങനെ ബില്ല് കൊടുത്തിട്ട് നമ്മൾ ഇറങ്ങിയിട്ട അത്യാവശ്യം 2 കവറൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് കട്ടി ഏറ്റവും വലിയ മണ്ടത്തരം എന്താണെന്ന് വെച്ചാൽ സ്കൂട്ടി എടുക്കാണ്ട് പോകുന്നു. സ്കൂട്ടി എടുത്തു വെച്ചെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഒരു കവർ വെക്കായിരുന്നു. പക്ഷെ ഞങ്ങൾ ബുള്ളറ്റിന് ആയിരുന്നു കേട്ടോ പോകുന്നത്. പിന്നെ നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാൻ. അപ്പൊ നമ്മുടെ തേജപ്പം പറഞ്ഞ പോലെ ഫുഡ് ഇനിയിപ്പോ ഫുഡ് കഴിക്കാനാണോ നിങ്ങൾ ജീവിക്കണെന്ന് ചോദിച്ചാൽ എനിക്കൊന്നേ പറയാനുള്ളൂ ആത്തേ. പിന്നെ വിശന്നാ കഴിക്കണ്ടേ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ വിശന്ന് കൊടല് കയറിയിട്ടാണ് ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ. കാരണം അത്രയും നേരം നമ്മളെ ഷോപ്പിൽ നിന്നിട്ട് ഒരു വിധമായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഷവർമ്മയായിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് കഴിച്ചു. എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. ഇത് നമ്മുടെ എന്താ പറയാ കുബൂസിലുള്ള ഷവർമ്മ ഇല്ല കേട്ടോ. വേറെ എന്തോ ഐറ്റാണ്. നിങ്ങൾ എന്നോട് പേര് മാത്രം ചോദിക്കരുത്. ഞാൻ പേരൊന്നും നോക്കാറില്ല. ഞാൻ ടേസ്റ്റ് മാത്രമേ നോക്കാറുള്ളൂ. ഇഷ്ടപ്പെട്ട അങ്ങ് കഴിക്കും. എന്തായാലും ഫുഡ് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ മധുരം ഇല്ലാണ്ട് എന്ത് കിട്ടും എന്നിങ്ങനെ അന്വേഷിക്കുക കേട്ടോ. അപ്പൊ ഞാൻ കുറെ ചോദിച്ചു പൈനാപ്പിൾ ഉണ്ടാവും. അപ്പൊ അവിടെ പൈനാപ്പിൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവക്കാഡോ ആയിട്ട് പറഞ്ഞത്. അതിന്റെ ഒരു ജ്യൂസാണ് കുടിച്ചത്. മധുരം ഇട്ടില്ല എങ്കിലും കുഴപ്പമില്ല. ചെറിയൊരു മധുരം തണവുണ്ട്. അതന്നെ എനിക്ക് ധാരാളം ആയിരുന്നു കേട്ടോ. അപ്പൊ അത് കുടിച്ചു. തേജു ഒപ്പം ഇതേട്ടാ അങ്ങനെ മധുരം ഇല്ലാണ്ട് കഴിച്ച് അവനും ശീലമായി തോന്നുന്നു. അവനും ഇപ്പൊ അങ്ങനെ കുടിച്ചു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവാണ്. പോണ വഴിക്ക് ഇതേ വീണ്ടും കുറച്ച് പൂ കണ്ടപ്പോൾ അതും വാങ്ങിട്ടോ. കാരണം തിരുവോണത്തിന് ഇടണ്ടേ. അപ്പൊ ഞാൻ വാങ്ങി വെക്കാൻ വിചാരിച്ചു. അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്കായിട്ട് പോയത്. അപ്പൊ എന്തായാലും ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോസ് ഒക്കെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്തിട്ട് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാവേ. ബൈ.